കുരിശിൽ ബലിയായി മാറി തിരുനിണം നീ ഒഴുക്കി നവജീവനേകാൻ നിൻ തിരുരക്തത്തെ വിലയായി നൽകി പാപിയാമെന്നെ നീ വീണ്ടെടുത്തല്ലോ. എങ്ങനെ നന്ദിയേകും നാഥാ, നിൻ ദയ എത്ര ധന്യം. ജന്മമേകി ത്യാഗപൂർവ്വം വളർത്തിയ മാതാപിതാക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് മക്കളുടെ വഴികളിലെ പ്രകാശം. മാതാപിതാക്കൾ തങ്ങളുടെ മകളെ അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന നിമിഷം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാം തികഞ്ഞവനും അനുഗ്രഹദായകനുമായ യേശുക്രിസ്തു എന്ന നിത്യമണവാളന്റെ കരങ്ങളിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഫലമേൽപ്പിക്കുന്നത് എന്ന ചിന്തയോടെ അഭിമാനപൂർവ്വം മകളെ ആശീർവദിക്കുവാൻ നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥന്റെ പാദാന്തികത്തിൽ എന്നേക്കുമായി കാണിക്ക വയ്ക്കപ്പെടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള നിധിയാണ് നിങ്ങളുടെ മകൾ. ഈ നിമിഷം സന്യാസാർത്ഥിനി തന്റെ മാതാപിതാക്കൾക്ക് സ്തുതി ചൊല്ലിയ ശേഷം മധുരചന്ദ്രനും സ്തുതി ചൊല്ലി പൂത്താലവും ഏറ്റുവാങ്ങി മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥനാപൂർവ്വം ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങുവാനായി ഒരുങ്ങുന്നു. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ തന്നുടെ സമർപ്പണം പൂർണ്ണമാകുവാൻ ഇവരോടൊപ്പം നമുക്കും പ്രാർത്ഥനാ ഗീതം ആലപിച്ചുകൊണ്ട് പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് നീങ്ങാം. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമാ ഒരു സ്വരമാ അണയാമീ ബലിവേദി.
പ്രത്യേകം തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന വായനകൾ നമുക്ക് ഇരുന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ, ആശീർവദിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കലേക്കോടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി
പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതിയുളവായി. അപ്പസ്തോലന്മാർ പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമ്പത്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സെന്റ് ജോൺ ഗോൾബറ്റിൻ്റെ കൊച്ചുമക്കളുടെ സന്യാസ സമൂഹത്തിൻ്റെ അംഗത്വം ആഗ്രഹിച്ച് നമ്മുടെയൊക്കെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട അസം, ഈ സന്യാസ സഭയുടെ സുപ്പീരിയർ സിസ്റ്റർ ജൂലിയ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നാം ആദ്യത്തെ വായിച്ചു കേട്ടതുപോലെ
ദൈവസ്വരം ശ്രവിക്കുവാൻ വേണ്ടി കൊച്ചുമക്കളുടെ സന്യാസ ഭവനത്തിൻ്റെ പടി കയറി വന്ന അസ്ന ഇന്ന് നമ്മുടെ മുമ്പിൽ അയക്കുകയാണ്. മനസ്സിൽ ഒരു ചിന്തയില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനം ഇപ്പോൾ തീർച്ചയായും അസ്നത്തെന്ന ഈ കൊച്ചു സഹോദരിയുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് നിധി കണ്ടെത്തിയ വ്യാപാരിയുടെ കാര്യം. നിധി അടങ്ങുന്ന പുരയിടം കണ്ടെത്തിയ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ നിധി അടങ്ങുന്ന പറമ്പ് വാങ്ങുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ചു നാൾ ദൈവസ്വരം കേട്ട് ജീവിച്ചപ്പോൾ അസ്നത്ത് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അറിഞ്ഞ കാര്യം അത്ര സൗഭാഗ്യങ്ങളും അടങ്ങുന്ന ഈ നിധി അടങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ നിധി നേടാൻ അസ്നത്തിന് വാഗ്ദാനം ചെയ്യും. തീർച്ചയായും ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്നമായി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത അസ്നത്തിനെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം നല്ല പ്രചോദനങ്ങളിലൂടെ തങ്ങളുടെ സ്വന്തം മകളെ ഈ നിധിയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു. റജിയെയും മിനിയെയും അവളുടെ സഹോദരന്മാരെയും സകല സ്വന്തം ബന്ധജനങ്ങളെയും അഭിനന്ദനം അറിയിക്കുകയാണ്. നമുക്കറിയാം, ലോകദൃഷ്ടിയിൽ ശ്രേഷ്ഠം എന്ന് തോന്നുന്നതാവില്ല ദൈവദൃഷ്ടിയിൽ ശ്രേഷ്ഠമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് സത്യത്തിൽ ഈ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും സന്തോഷം നൽകുന്നതാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എനിക്ക് ഇന്ന് നല്ലൊരു കാറ് കിട്ടിയാൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷേ നാളെ എൻ്റെ ആ കാറിൽ എനിക്ക് സംതൃപ്തി പോരാ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അത് നൈമിഷികമാണ്. ഇപ്പോൾ സന്തോഷം നൽകുന്നത് നാളെ സന്തോഷം നൽകണമെന്നില്ല. എത്രയോ ആർഭാടത്തോടെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷമായി നടത്തി കല്യാണങ്ങളൊക്കെ കഴിച്ച് കല്യാണം കഴിക്കുന്ന വധൂവരന്മാർ 2 മാസം 3 മാസം കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ പോയി ഞങ്ങളെ ഒന്ന് വിഭജിച്ച് തരൂ, ഞങ്ങൾക്കൊരു മോചനം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമാണെന്ന് നമുക്ക് നിശ്ചയം. പിന്നെ എന്താണ് യഥാർത്ഥ സന്തോഷം? ഒരു സന്യാസിനെ നിശ്ചയമായി നടന്നിരിക്കേണ്ടത് അതുതന്നെയാണ്. ഇന്ന് ആഘോഷത്തോടെ ഒത്തിരിയേറെ കാര്യങ്ങളുമൊക്കെയായി ഇവിടെ ഈ വ്രതവാഗ്ദാനം നടത്തുമ്പോൾ സന്തോഷമാണ്. പക്ഷെ നൈമിഷികമാകാനുള്ളതാകരുത് ഈ സന്തോഷം. മറിച്ച് നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് സന്തോഷം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. എന്താണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്കുള്ളതൊക്കെ സന്തോഷമായി, ദൈവം എനിക്ക് നൽകുന്നതൊക്കെ സന്തോഷമായി കാണാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ സന്തോഷം എന്ന് നാം പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിത വഴികളിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്.
വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഒരു ഡോക്ടറുടെ ഒരു സന്ദേശം. ഡോക്ടർ തന്നെ കാണാൻ വന്ന ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം, പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നാൽ, ഒരിക്കൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു വ്യക്തി വന്നപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി വന്നതിന്റെ ഉദ്ദേശം അറ്റസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അറ്റസ്റ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞ് ചെയ്യേണ്ട കാര്യം എടുത്തു വെച്ചപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് തൻ്റെ മക്കളുടെ 2 മക്കളുടെ മരണ സർട്ടിഫിക്കറ്റാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്. 2 മക്കളുടെയും കൂടിയ ഈ സർട്ടിഫിക്കറ്റ് അദ്ദേഹം നോക്കിയിട്ട് ചോദിച്ചു, മക്കൾക്ക് എന്താണ് പറ്റിയത്? ഈ മനുഷ്യൻ പറഞ്ഞു, അത് ഒരു വലിയ കഥയാണ്. 2 മക്കൾ, 2 പേരും മന്ദബുദ്ധി. ഒരാൾ 14 വയസ്സ് വരെ ജീവിച്ചു, മറ്റൊരാൾ 16 വയസ്സ്. മിണ്ടാനും പറയാനും കഴിയാത്ത വിധം ഒരാൾക്ക് കഷ്ടി എഴുന്നേറ്റ് ഇരിക്കാൻ, ബാക്കി ഒരാൾക്ക് എഴുന്നേൽക്കാൻ കൂടി പറ്റില്ല. അങ്ങനെ യാതനകളിലൂടെ കടന്നുപോയ 2 മക്കളുടെ പിതാവ്. ഈ പിതാവ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് സങ്കടമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ മക്കളെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തത് എന്നെയാണെന്ന് എഴുതുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഓർക്കുക, ആ പിതാവ് പറയുകയാണ് ഡോക്ടറിനോട്, ഡോക്ടർക്ക് അറിയുമോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത് എപ്പോഴാണ്? ദൈവം പറഞ്ഞു, എനിക്കറിയില്ല. ഉടനെ ഈ പിതാവ് പറയുകയാണ്, ഞാൻ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായപ്പോഴല്ല, എനിക്ക് ഉന്നതമായ ശമ്പളമുള്ള ജോലി കിട്ടിയപ്പോഴല്ല, എന്റെ പൊന്നു മകൻ 10 വയസ്സായപ്പോൾ. എന്നെ സഹായിക്കട്ടെ. ജീവിതം ബലിയർപ്പിക്കുവാനും ആ ബലിയുടെ ശരീരത്തിൽ സഹോദരങ്ങളെ നിസ്വാർത്ഥമായി സേവിക്കുവാനുമുള്ള ഇവരുടെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കണമെന്ന് ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടെ സമൂഹ ജീവിതം നയിക്കുവാനും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അനുദിനം വളർന്നു വരുവാനും ഇടയാക്കണമെന്ന് വിശുദ്ധായ കൃതിയുള്ള സർവസംഘ പ്രതിയാകത്തിൽ വിശ്വസ്തരായി നിലനിൽക്കുവാനും പഴയ ഗ്രന്ഥപാരായണവും പരിചിതനവും വഴി വിശുദ്ധായ കൃതിയുള്ള ഉത്കൃഷ്ട ജ്ഞാനം ഇവർക്ക് നൽകണമെന്ന് സന്യാസ വസ്ത്രം സമർപ്പണത്തിന്റെ ഒരു ചിഹ്നമായി ഇവളെന്നും ദർശിക്കുന്നതിനും ക്ഷണികമായ ലൗകികത്തെ ഉപേക്ഷിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഇവിടെ ശക്തരാക്കണമെന്ന് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഗുരുഭൂതർ, ആത്മീയ പാലകർ, സഭാധികാരികൾ എന്നിവരെയും സമർപ്പമായി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി തിരുസംഘടിതനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ സഭാധികാരികളെയും എല്ലാ സമർപ്പിതരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ കന്യക സന്തോഷപൂർവ്വം ആരംഭിക്കുന്ന സന്യാസ ജീവിതം വിജയകരമായി നയിക്കുവാനും മിശിഹായെ അനുകരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യകിരീടം നേടുവാനും ഇവളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you.
ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ നിനക്കിടയാകട്ടെ. അവിടത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തെ നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് വാഗ്ദാനം നടത്തിയിരിക്കുന്ന ഈ സഹോദരി അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ യോഗ്യയാകട്ടെ. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനും ബലഹീനത ശക്തിപ്പെടുത്തുന്നവനും കുറവുകളെ പരിഹരിക്കുന്നവനും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യുന്നവനുമായ ദൈവത്തിന്റെ മുമ്പിൽ ഇവരുടെ സമർപ്പണം സ്വീകാര്യമാകട്ടെ. അവിടുത്തെ ജീവദായകമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അവയിലൂടെ പ്രകാശിതമാകുന്ന ദൈവത്തിന്റെ മനസ്സ് നിറവേറ്റുന്നതിനും ഇവൾ ശക്തിയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയാലും കാരുണ്യത്താലും നിത്യാനന്ദം അനുഭവിക്കുവാൻ ഇവൾ യോഗ്യയാകട്ടെ. ദൈവജനത്തിന്റെ നന്മയ്ക്കും സേവനത്തിനുമായി ഇവളെ സജ്ജയാക്കിയ മാതാപിതാക്കന്മാരെയും സന്യാസ സമൂഹാധികാരികളെയും ഗുരുജനങ്ങളെയും ബന്ധുക്കൾ മിത്രങ്ങൾ ഉപകാരികൾ എന്നിവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേ